റഷീനയാണ്. അപ്പൊ കുറെ ഈ ഡയലോഗ് പറഞ്ഞിട്ടില്ലേ, ഇടയ്ക്കിടയ്ക്കൊന്ന് പറയണ്ടേ റഷീനയാണെന്ന്, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ചിലർക്കൊന്നും ഇത് ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി പിടിച്ചതായിരുന്നു. എന്നാലും ഇന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയണ്ടേ റഷീനയാണെന്ന്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ എവിടേക്ക് ഈ ഒരുങ്ങി കെട്ടിയിരുന്നല്ലേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ടുള്ള പൊക്കാണ്. വായോ പോവാ. അപ്പോൾ അങ്ങനെ അടുത്ത മഴക്കുള്ളിൽ നമുക്ക് പോവാം മക്കളെ. മഴ പെയ്ത ആകെ പ്രശ്നമാണ്. കോട്ടിട്ട് വണ്ടിയോട്ടം വലിയ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ പോകുമ്പോൾ മഴ വന്നാലും ഞാൻ അത് എവിടെയെങ്കിലും കയറി നിൽക്കട്ടോ. വണ്ടിൻ്റെ അകത്ത് കോട്ടുണ്ടാവും, പക്ഷെ ഞാൻ എടുത്തില്ല. എന്താ ചെയ്യാല്ലേ, ഓരോ സ്വഭാവങ്ങൾ. ഇനിയിപ്പോൾ അടുത്തൊരു ഘട്ടമുണ്ട്, വല്ലാത്തൊരു ഘട്ടമാണ് ഈ വണ്ടി തിരിച്ചെടുക്കൽ കേട്ടോ. എന്നാലും ഇപ്പോൾ ഏറെക്കുറെ ഓക്കെ ആയി. ഞാൻ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ തിരിച്ച് എടുത്ത് നോക്കും. തിരിച്ചാൽ മാത്രം പോരാ, ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി കയറ്റലും അതും ഇത്ര പ്രശ്നമാട്ടാ. എന്താന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ വെള്ളം നമ്മുടെ വീട്ടിനകത്തോട്ട് നല്ലപോലെ വരാതിരിക്കും ഒരു ചെറിയൊരു കുഞ്ഞു ചാല് ഫ്രണ്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും അതൊക്കെ ഓക്കെ. അത് ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറ്റിയാലേ ഇല്ല, ഇക്ക കയറ്റി തന്നിട്ട് പോവല്ല കേട്ടാ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കയറ്റാൻ തുടങ്ങി. എല്ലാം നമ്മൾ പരിശ്രമിച്ചാൽ സാധിക്കും, അത്രേ ഉള്ളൂ. അപ്പോ ഇനി പോവലും എടുക്കലൊന്നും വീഡിയോ ഒന്നും പറ്റില്ല. കാറ്റ് വന്ന് പണി കിട്ടിക്കണ്ട, ഡോർ അടഞ്ഞു പോയി. അങ്ങനെ നമ്മളിത് ആ കോട്ടായിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. അവിടെ ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു, പഴയ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെ അടുത്തും സംസാരിച്ച് കുറേ നേരം അങ്ങോട്ട് പോയി. അതിന് ശേഷമാണ് കേട്ടോ ഞാനിതാ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയത്. സൈൻ ചെയ്ത് ഇതാ സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തിറങ്ങിൻ്റെ താത്ത ഉണ്ടായിരുന്നില്ല, ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വണ്ടി ഇങ്ങോട്ട് ഞാൻ കയറ്റിയില്ല കേട്ടോ. ഇവിടെ കുറേ വണ്ടികളുണ്ടായി. അപ്പം ഞാൻ എന്തിനാ റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തി. അപ്പോൾ അത്രയ്ക്കുള്ളൂ.